ഗൈസ് ഇന്നൊരു സ്ഥലത്തേക്ക് ഷൂട്ട് ഉണ്ട്. താഴെ വണ്ടിയൊക്കെ പോയി എടുത്ത് പിന്നെ ഒരു ന്യൂ ഇയർ പ്ലാനിന്റെ ഭാഗമായിട്ട് ഇതേ താടി ഒക്കെ പൊക്കി പിന്നെ ഞാനിപ്പോൾ നേരെ അങ്ങോട്ട് പോവാ ലൊക്കേഷനിലേക്ക്. അവിടെ പോയിട്ട് വിശേഷങ്ങൾ പറയട്ടോ. ഗൈസ് ലൊക്കേഷനിൽ എത്തിയില്ല, അവിടെ വെയിറ്റിംഗ് ആണ്. പെട്രോൾ അടിക്കാനല്ല, നമ്മളെ ആള് ഇവിടെ വരുന്നുണ്ട്. ആളെയും കൂട്ടിയിട്ടാണ് അങ്ങോട്ട് പോകണേ. നമ്മളെ കല്യാണമുള്ള നിക്കാഹോ കല്യാണം നടക്കുന്ന വീട്ടിലേക്ക് പോകുന്നത് ഇവിടെ നിന്നാണ് അങ്ങോട്ടേക്ക്. അങ്ങനെ കൺവെൻഷൻ സെന്ററിൽ ഇപ്പോൾ വന്ന് എത്തി. CM മോയിനിക്കുട്ടി കൺവെൻഷൻ സെന്റർ ആണ് ഈ കൺവെൻഷൻ സെന്ററിന്റെ പേര്. ഇവിടെയാണ് നമ്മളെ ഷൂട്ടും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. സംഭവം കിടിലാണ് സ്ഥലം കാണാൻ. ഇവിടെ ഇതിന് മുമ്പ് വന്നിട്ട് വെഡിങ് ഒക്കെ എടുക്കാൻ, വെഡിങ്ങിന്റെ റിസപ്ഷന്റെ ഫോട്ടോസ് ഒക്കെ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് ചിലതിനൊക്കെ. അപ്പോൾ കൺവെൻഷൻ സെന്ററിലേക്ക് കയറി നമുക്ക് പരിചയപ്പെടാം. ഇന്നത്തെ വ്ളോഗ് നമുക്ക് പരിചയപ്പെടാം. കൺവെൻഷൻ സെന്ററിൽ വന്നപ്പോൾ കാര്യമായിട്ടുള്ള ക്ലീനിങ്ങും കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. നമ്മൾ എത്ര പേര് ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ അച്ഛന്മാരൊക്കെ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ടാണ് ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. മുകളിൽ നിന്ന് പോയൊക്കെ എന്താ വിശേഷം എന്ന് പറയാം. സ്റ്റേജൊക്കെ കയറിയിട്ടുണ്ട്. എൻ്റെ കുടുംബക്കാരെ പരിപാടിക്ക് പോലും അത്ര നേരത്തെ എത്തിയില്ല. നോക്കി സ്റ്റേജൊക്കെ കെട്ടി ആവുന്നുള്ളൂ. എന്ത് നേരത്തെ ഞാൻ എത്തി. ദൈവം എത്ര നേരത്തെ എത്തണ്ടേന്ന് തോന്നിപ്പോവാ. വിധിയുടെ വിളയാട്ടം മക്കളെ. എൻ്റെ പൊന്നു മക്കളെ, വണ്ടി ഓട്ടി ഇപ്പോൾ എത്തിയത് നാഷണൽ കഡറ്റ് സ്റ്റുഡൻറ് പോലീസ് കഡറ്റ് MJ ഹയർ സെക്കൻഡറി. ശരിക്കും ഒരു കാര്യം പറയട്ടെ, എൻ്റെ അനിയത്തി പണ്ട് NSSന്റെ ക്യാമ്പിന് വന്ന് എവിടെയാണ് കേട്ടോ. ഇവിടെ വന്ന് എല്ലാവർക്കും ലൂസ് മോഷൻ ആയിട്ടാണ് പോയത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ശരത് ഭായ്, ഹലോ. മിസ്സായി. നിങ്ങൾ കുറെ മുന്നോട്ടേ പോയോ? ജംഗ്ഷൻ എത്ര? ആയിക്കോട്ടെ, വരാം. ശരത് ഭായ് ഗൈസ്, അങ്ങനെ ലൊക്കേഷൻ എത്തി. മെർസുല കൺവെൻഷൻ സെന്റർ ആണ് സംഭവം. ഇവിടെയാണ് സംഭവം ഷൂട്ടും കാര്യങ്ങളും ഉള്ളത്. അപ്പം ഇങ്ങനെ തിരിച്ച് എങ്ങനെ മാപ്പ് ഇട്ട് തെറ്റിച്ച് കുറെ നേരമായി കറങ്ങുന്നു. ഞാൻ തലങ്ങും ഇവിടെ എത്തിയിട്ടുള്ളൂ. ബ്രീഫിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ. ഈ വരുന്ന 300 ആൾക്കാരെ നിങ്ങളെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, സൽക്കരിക്കുക. ആ ഒരൊറ്റ ഡീലേ പാർട്ടി നമ്മളടുത്ത് പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ആ 300 ആൾക്കാർ മാത്രമല്ല, ഇവിടെ വരുന്ന എല്ലാവരെയും നമ്മളൊരു ഇവന്റ് വളരുകയാണെങ്കിൽ ആ ഇവന്റ് വളരാൻ കാരണക്കാർ ഈ ബോയ്സ് ആണ്. അല്ലാതെ ഫുഡ് വെക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും കൗണ്ടറുകൾ ഒന്നുമല്ല. ഈ ബോയ്സ് എങ്ങനെ പെരുമാറുന്നോ, ഇവിടെ വരുന്ന ഓരോരുത്തരെ എങ്ങനെ സ്വീകരിക്കുന്നോ അതുപോലാണ് ഞങ്ങളും വളരുക. ഞങ്ങൾ വളരുമ്പോഴാണ് നിങ്ങളും വളരുക. ഗൈസ് ഭയങ്കര ബ്രീഫിംഗ് ആണ്. ബ്രാക്കിൽ നടക്കുന്ന കാറ്ററിങ്ങിന്റെ കാര്യങ്ങളും ഓരോ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഞാൻ പോയ കാറ്ററിങ്ങിനില്ലേ, ഇനി ഇവിടെ ഉണ്ടായാൽ നന്നായി. അവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അവർക്ക്. അത്യാവശ്യം വിവരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കിയില്ലെങ്കിലും കാര്യം. 4 ആൾക്കാർ എന്ത് ചെയ്യുക, 4 ആൾക്കാരുണ്ട്. 1000 ആളെ പരിപാടിയേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം വലിയ കൗണ്ടറാണ് നമുക്കുള്ളത്. ജ്യൂസ് എടുത്ത് കുടിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. സ്റ്റേജ് നമ്മളതാണ്. പിന്നെ കൗണ്ടറുകൾ കാര്യങ്ങൾ, ഇവിടെ ഉള്ള മൊത്തം ലൈവ് ഐറ്റംസ്. ഇത് മാത്രം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക, ഫോക്കസ് ചെയ്യുക. ഓരോ ആൾക്കാർക്ക് ഓരോ ഡ്യൂട്ടിയാണ്. എൻ്റെ ഡ്യൂട്ടിയാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞു തന്നെ. കൗണ്ടേഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഫുഡ് സെറ്റായി വരുന്നുള്ളൂ. അതേപോലെ വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. കാറ്ററിംഗ് ടീമിൻ്റെ വർക്കാണ്. അതിനെയാണ് കാറ്ററിംഗ് ഇവൻറ്റ്സ്, അവരെ പ്രോഗ്രാമാണ്. അപ്പോൾ അതിൻ്റെ സെറ്റിങ്ങും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബസ് ഇവിടെ വന്ന് സ്റ്റേജ് ആണുണ്ടോ, ഇതാണ് സ്റ്റേജ്. എങ്ങനെയുണ്ട്? ഞാൻ ഇതിന് മുമ്പ് അവിടെ വന്നിട്ടുണ്ടേനി, പക്ഷെ ഇങ്ങനെ സ്റ്റേജില്ലേനി. അന്ന് കാറ്ററിംഗ് ടീം ലൈറ്റ് എങ്ങനെ ഇവിടെ വേണ്ട. ഇതിന് മുമ്പ് വന്നപ്പോൾ കോഴിക്കോട്ടിനൊപ്പം വന്നത്. അന്ന് ബാസിം പ്ലേറ്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ബാസിം പ്ലേറ്റും കോഴിക്കോട്ടിനൊക്കെ അറിയാൻ വിചാരിക്കും ബ്ലോഗ് കാണുന്നവരാണെങ്കിൽ. സ്റ്റേജ് എങ്ങനെയുണ്ട്? സ്റ്റേജ് സീനില്ല. സ്റ്റേജ് ഒന്നും പറയാനല്ല സ്റ്റേജിനെ പറ്റി. കിടില സ്റ്റേജാണ്, വലിയ സ്റ്റേജാണ്. ലൈറ്റിങ്ങും കാര്യങ്ങളും അതിൻ്റെ സെറ്റിങ്സും ഒക്കെ ഒരു രക്ഷയില്ല. അസായം തന്നെയാണ് പറയാം. ഞാൻ കുറേ നേരം കണ്ട്. ഇവിടെ കാണാമെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേജ് തന്നെ കേട്ടോ. നമ്മൾ നേരത്തെ പോയ സ്ഥലത്തു നിന്ന് ഈ സ്ഥലത്തിൽ അന്തരം മാറ്റാണ്. ആനയും കുതിരയും മാറ്റം തന്നെ വേണം പറയാം. സ്റ്റേജ് കാണണം, ലൈറ്റിങ് കാണണം, ഒക്കെ വിഷ്വലി കാണാൻ ഭയങ്കര ഭംഗി കേട്ടോ. ഇവിടുത്തെ ഫാൻ നോക്കി, ചക്ക പോലത്തെ ഒരു ഫാനും ഉണ്ട് ഇവിടെ കേട്ടോ. ഇന്റർനാഷണൽ കാറ്റാണ് അവിടെ നോക്കുന്നത്. ആകാശത്തേക്ക് നോക്കുമ്പോൾ വമ്പുമ്പോൾ ജ്യൂസ് കാര്യങ്ങൾ അടിച്ചോണ്ടിരിക്കുകയാണ് കാര്യമായിട്ട് കണ്ടോ. ഏതാ മരൊക്കെ പോലെ കണ്ടോണ്ട് വത്തയ്ക്കും ഇതൊന്നും അടിക്കാൻ പോവാണ്. പിന്നെ മൈസൂർ പാക്ക് ഉണ്ടാക്കിക്കൊണ്ട് കേട്ടോ. അത് ഉണ്ടാക്കിയത് എടുത്ത് വെക്കുന്നുണ്ട് കാര്യമായിട്ട്. ഫുള്ള് സെറ്റിങ്ങിലാണ് ഇപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ഉണ്ടോ. മുറിക്കാനുള്ള പീസ കഷ്ണങ്ങളുണ്ട് കിടക്കുന്നത്. കിടപ്പ് കണ്ടില്ല മക്കളെ. മൈസൂർ പാക്കല്ല ഗീ പാക്കാണെന്നാണ് പറഞ്ഞു കേട്ടോ. അതിൻ്റെ മാറ്റമുണ്ട് ശരിയല്ലേ. ഇവിടെ വന്നപ്പോഴാണ് ഈ ഓടിക്കളിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കുന്ന സജ്ജീകരണം ഞാൻ ആദ്യമായിട്ട് കണ്ട്. ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സജ്ജീകരണം എന്നുള്ളത് ഒരു സത്യമാണ്. ഓടിക്കളിക്കുന്ന വെള്ളം, പച്ചവെള്ളം ഓടിക്കളിക്കും, ജ്യൂസും ഓടിക്കളിക്കും. ഗൈസ് ഫുഡും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെറ്റിങ്സൊക്കെ കഴിഞ്ഞ് ഫുള്ള് സെറ്റാണ്. ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പയ്യന്മാർ. ഉഷാറാണ്. എനിക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ പഴയ കാറ്ററിങ്ങിന് പോയതാണ് ഓർമ്മ വരുന്നത്. എൻ്റെ കാരണം ചെക്കന്മാർ ഉഷാറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളും കണ്ടാ ഓരോന്നും സൈഡ്സ് അടക്കം സെറ്റ് ചെയ്തിട്ട് ചെറുതായിട്ട് തിരക്കിലാണ് സാധനം സെറ്റ് ചെയ്ത്. ഫുള്ള് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയും ഫുഡ് ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ
കണ്ട മക്കളെ. നിങ്ങൾ എന്തെങ്കിലും പരിപാടി നടത്തുമ്പോൾ ഇവരെ ഏൽപ്പിക്കുക. അപ്പോൾ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാവും. പൈസ കുറച്ച് കൊടുത്താൽ മതി, എന്നാലുള്ളൂ പൈസ ഒക്കെ ചിലവാക്കണ്ട നിങ്ങൾ. ഏത് കണ്ടോ സാധനം കണ്ടോ, ഫുഡ് കണ്ടോ? എല്ലാവരും ഉഷാറാട്ടോ, പയ്യന്മാരൊക്കെ ഉഷാറാണ്, എല്ലാവരും പരിപാടിയിലാണ്. ഇനി വേറെ ആയിട്ടാ ഇതൊക്കെ എന്താണ് മട്ടനോ കോയിൻ്റെ അല്ല, ബീഫ് റിബ്സ് വേറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. വാഷിൻ്റെ ഏരിയയിൽ വെള്ളപ്പും കാര്യങ്ങളും അതും കേട്ടോ. വെള്ളപ്പും പൊറോട്ടയൊക്കെ അടിച്ച് കഴിഞ്ഞ് പത്തിരിണ്ടേനി ഒക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രൈഡ് ചിക്കൻ അവിടെ ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് ചിക്കൻ വേറെയുണ്ട്, അതിൻ്റെ ഐറ്റംസാ. ഫ്രൈഡ് ചിക്കൻ നല്ല ചൂടാക്കി വെളിച്ചെണ്ണയിലിട്ട് ചിസ് വറുത്തോട് വരും. കോരിങ്ങെടുക്കൂ. വെള്ളപ്പം അപ്പം എല്ലാവിധ അപ്പം ഉണ്ട്. ബ്രോസ്റ്റ്, നോർമൽ ബ്രോസ്റ്റ്, ബ്രോസ്റ്റ് സ്പൈസി, ബ്രോസ്റ്റ് ചില്ലി സ്പൈസി, അൽഫാം, ഇതൊന്നും ഇവിടെ അല്ല. ഇതൊക്കെ ഇവിടെ ഉണ്ടോ? ഇവിടെ എന്താ ഉള്ളത്? ബ്രോസ്റ്റ് മാത്രമാണ് ഇവിടെ മെയിൻ. അതാണ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പിന്നീട് ഹോൾ ഫാമിലി വരുന്നതും ഗസ്റ്റിനെ ഇൻവൈറ്റ് ചെയ്യുന്നതും അതിൻ്റെ ഓരോ തിരക്കിലായി പോയിട്ടോ അവരെല്ലാവരും. അങ്ങനെ ഞാനും അതിനിടയിൽ കൂടെ കുറച്ച് വിഷ്വൽസ് എടുത്ത് കുറേ കുട്ടികളെന്നെ കണ്ടപ്പോൾ ഓരോ എക്സൈറ്റ്മെൻറ്റ് കാണിക്കണേ. എന്തായാലും അത് കണ്ടപ്പോൾ എനിക്കും ഹാപ്പി, മക്കളിനെ കണ്ടപ്പോൾ സന്തോഷം, കണ്ട് സംസാരിച്ച് എല്ലാവരുമായിട്ട് കുറേ ഹാപ്പി ആയിട്ടുള്ള കുറേ മൊമെൻറ്റ്സ്. ഫുഡിൻ്റെ സെക്ഷൻ വളരാൻ വേണ്ടി പോവാണ്. ആൾക്കാരൊക്കെ ഒരു തരത്തിലാണ് ഇറങ്ങി വരുന്നുണ്ട്. ജഗ പോകുകയാണ്. സ്റ്റാർട്ടിങ്ങിനാണ് എൻട്രിൻ്റെ ടൈമിൽ കുറേ ആൾക്കാർ വരുന്നതിന് തിരക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അപ്പോൾ ഫുഡും കാര്യങ്ങളും സെക്ഷൻ അതിൻ്റെ വിളമ്പലും കാര്യങ്ങളൊക്കെ ഗംഭീരമായി നടക്കാൻ വേണ്ടി പോവുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഫുഡ് ഞാൻ ഇരിക്കുകയല്ലേ, അവിടെ ഇങ്ങനെ ഇരുന്നതാണ്, കുറച്ച് നേരം നിൽക്കാനുണ്ട്. ഗൈസ് ഇനി പെണ്ണിൻ്റെ എൻട്രി കാര്യങ്ങളാണ്, അതിൻ്റെ ഷോട്ട് കൂടെ എടുത്ത് കഴിഞ്ഞ് വേണം ഓരോ പോയി ഉറങ്ങാനുണ്ട്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ കേട്ടോ, ഒരു ഷോട്ട് കാണാൻ വേണ്ടിയിട്ട്. പെണ്ണിൻ്റെയും ചെക്കൻ്റെയും എൻട്രി നടക്കുന്നതിന് മുമ്പ് എനിക്ക് 1-2 കാര്യങ്ങളോട് ഇങ്ങടുത്ത് പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവിടെ നടക്കാൻ പോകുന്ന ഇനിയുള്ള പ്രോഗ്രാമാണ് ഗ്രാൻഡ് പ്രോഗ്രാം. അതിന് മുമ്പ് അവിടുത്തെ ഫുഡിൻ്റെ സെക്ഷനിലേക്കൊന്ന് നമുക്ക് വരാം. അതിനെയാണ് ഇവൻറ്റ് നടത്തുന്നത്. സത്യം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, ഞാനൊന്നുകൂടെ പറയട്ടെ. അവിടുത്തെ ഫുഡ് മെനുവിൻ്റെ സെക്ഷൻ തന്നെ പറഞ്ഞ ഒരു ഗംഭീര സെക്ഷനാണ്. മടക്ക് ചപ്പാത്തി, നെയ്പ്പത്തിൽ, വെള്ളപ്പം, അതേപോലെ കോയൻ പൊറാട്ടയും കപ്പയും ഗീ റൈസും മന്തിയും ഫിഷ് കറിയും വെജ് കുറുമയും കുട്ടൻ കുറുമ എന്നാണ് സാധനം. കുട്ടൻ കുറുമയും ബ്രോസ്റ്റും ബീഫ് ഉലത്തിയതും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഫിഷ് മട്ടനും എല്ലാ ഐറ്റംസും ലൈവ് കൗണ്ടേഴ്സും വെള്ളയപ്പും ഗംഭീരം തന്നെയാണ് കേട്ടോ. ഒന്നും പറയാനില്ല അവിടുത്തെ ഐറ്റംസിനെ പറ്റി. പിന്നെ ഫുഡ് ഒന്ന് ഡിലേ ആയിട്ട് നമ്മൾ പിന്നെ വ്ളോഗറാണല്ലോ, അല്ല കഴിഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കല്. തിരക്കൊന്നും ആക്കിയിട്ട് കാര്യം നമ്മൾ കുറേ നേരം കാത്തൊന്നും കിട്ടിയിട്ടോ. കുറച്ച് തോനെ നേരം എല്ലാവരും കഴിക്കുന്നതൊക്കെ നോക്കി നിന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഇറക്കും. എന്നിട്ട് പിന്നെയാണ് നമ്മൾ പോയി കഴിക്കല്. ഏത് മൂഡ്? ഇനി നമുക്ക് അവർ എൻട്രിയും കാര്യങ്ങളും പറയാം. ബ്രൈഡും ഗ്രൂമും ഒക്കെ സെറ്റായിട്ട് ഒരുങ്ങി, എല്ലാ ക്യാമറാമാനും ലൈറ്റ് ബോയ്സും എല്ലാവരും സെറ്റായിട്ട് അവരെ വെൽക്കം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹോൾ ഫാമിലി അതാ ബാക്കിൽ നിന്ന് ക്ലാപ്പ് ചെയ്ത് അവരങ്ങോട്ട് എൻട്രി ടൈമിലേക്ക് ഉള്ളിലേക്ക് സ്റ്റേജിലേക്ക് പോവുകയാണ്. സ്റ്റേജിലെത്തിയാലാണ് മെയിനായിട്ടുള്ള കലാപരിപാടി എന്ന് പറയണം വേണമെങ്കിൽ. കലാപരിപാടി അങ്ങനെ ഞാൻ പറയുന്നതിലൊക്കെ ചെറിയ തെറ്റൊക്കെ വരും, എനിക്ക് അധികം വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് അത് നോക്കണ്ട. പക്ഷേ അവരെ എൻട്രി ഒരു രക്ഷയിലേനി. ആ എൻട്രിൻ്റെ സമയത്ത് മൊത്തം ഒരു പുക എഫക്റ്റ് ഏനി, മഞ്ഞ് മൂടുന്ന എഫക്റ്റ് വേണേൽ മഞ്ഞ് മൂടി ആ ഒരു ചില്ലായിട്ടുള്ളൊരു എഫക്റ്റ് തന്നെ പറയാം. അവരൊക്കെ എൻട്രി ചെയ്ത് അവർ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി അവിടെ നിന്ന് കുറേ ഷോർട്സും കാര്യങ്ങളും എടുക്കേണ്ടായിരുന്നു. നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ളൊരു പ്രോഗ്രാം കേട്ടോ. എന്ത് ഹാപ്പി ആയിരിക്കില്ല അവർ ആ മൊമെൻറ്റ്. അപ്പോൾ ഫാമിലി അതേപോലെ സപ്പോർട്ടീവായിട്ട് അവരൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ഹോൾ ഫാമിലി അടിപൊളിയാണ്. എല്ലാവരും നമ്മൾ പോയപ്പോൾ ഒരു മുസ്ലിം വെഡ്ഡിങ് കണ്ടപ്പോൾ ഇപ്പോൾ അടുത്ത് കണ്ടതിൽ അത്യാവശ്യം നല്ലൊരു പ്രോഗ്രാമായി തോന്നി. കാരണം അത്യാവശ്യം വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള സ്റ്റേജും അതേപോലെ നമ്മളെ പെണ്ണും ചെക്കനും എല്ലാവരും പൊളി തന്നെ കേട്ടോ. നമ്മളെ നാട്ടിൽ ഇങ്ങനെ അടിപൊളി പ്രോഗ്രാംസൊക്കെ കാണാൻ പറ്റുന്നതിലും അതിലേക്ക് പോകാൻ പറ്റുന്നതിലും എന്നെ ഇവൻറ്റിൻ്റെ ടീമാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അവർ ആ പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ വെഡ്ഡിങ്ങിൻ്റെ ആ ഒരു മൊമെൻറ്റ് എല്ലാം കഴിഞ്ഞിട്ട് ചെക്കനും പെണ്ണിൻ്റെ എൻട്രി ഒക്കെ ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല, അതിനൊക്കെ വേറെ വാക്കുകളില്ല. അങ്ങനെ ആ പ്രോഗ്രാം അങ്ങ് അടിച്ച് പൊളിച്ച് മിന്നിച്ചങ്ങ് തീരെയായിരുന്നു. പിന്നെ ഞാൻ വീട്ടിലേക്കായിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ പ്രോഗ്രാമൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലെത്തി. അങ്ങനെയൊക്കെ ആയിട്ട് പോയി ആ ദിവസം. ഹാപ്പി ആയിരുന്നു, അടിപൊളിയാണ്. ഇപ്പോൾ യൂട്യൂബ് ഇങ്ങനെ പോകുന്നു, വ്ളോഗൊക്കെ ചെയ്യുന്നു, സക്സസ്ഫുൾ ആവുന്നുണ്ട് തോന്നുന്നു. വ്ളോഗിലും ചെറുതായിട്ടൊക്കെ കുറേ ആൾക്കാർ വീഡിയോ കണ്ട് റെക്കഗ്നൈസ്ഡ് ആവുന്നുണ്ട്, സന്തോഷമുണ്ട്. എന്തായാലും ബൈ ഫ്രം കണ്ടിട്ടും വ്ളോഗർ.